Hello viewers, welcome to Sarah's Herbs and Spices. Good morning, good afternoon, good evening, wherever you're watching from. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്ക് ക്രിസ്മസ് ആയിട്ട് ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കാം. വാനില കപ്പ് കേക്ക് വിത്ത് ഫ്രോസ്റ്റിംഗ്. റെസിപ്പിയിലേക്ക് കടക്കാം. ഇത് ബട്ടർ എടുത്തിട്ടുണ്ട് 1/2 കപ്പ് അല്ലെങ്കിൽ 115 ഗ്രാം. ഇത് നമുക്ക് ആദ്യം ഇട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് പഞ്ചസാര 150 ഗ്രാം പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ബാക്കി പഞ്ചസാര കൂടി നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 2 വലിയ മുട്ടയാണ്. ഞാൻ ഈ എടുത്തിരിക്കുന്നത് ചെറിയ മുട്ട, അതുകൊണ്ട് ഞാനിവിടെ 3 മുട്ട എടുക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ എഗ്ഗ് ഇട്ട് കൊടുക്കാം. മൂന്നാമത്തെ മുട്ട ഇടുവാണേ. നമുക്ക് വാനില എസൻസ് ഒരു 1.5 ടീസ്പൂൺ ഒഴിക്കാം. ഇനി നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഇത് 150 ഗ്രാം മൈദയുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് ഞാൻ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് ബട്ടർ മിൽക്ക് മോരൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇടവിട്ട് മാവും ഈ മോരും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി ചേർക്കാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കപ്പ് കേക്ക് ട്രേ എടുത്തിട്ട് കപ്പ് കേക്ക് ലൈനർ ഇട്ടിട്ട് അതിൽ ഫില്ല് ചെയ്യാം. നമുക്ക് കപ്പ് കേക്ക് ലൈനേഴ്സ് ഇടാം. നമുക്ക് ഈ കപ്പ് കേക്ക് ലൈനറിൻ്റെ 1/4 ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഐസ്ക്രീം സ്കൂപ്പ് വെച്ചാണ് എടുക്കുന്നത്. മീഡിയം സൈസ് ഐസ്ക്രീം സ്കൂപ്പ് എടുത്താൽ ഏകദേശം കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടും. ഓക്കെ, ഇനി നമുക്കിത് 180 സെൽഷ്യസിൽ ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കാം. ഇത് 1/2 കപ്പ് ബട്ടറുണ്ട്, 115 ഗ്രാംസ്. ഇത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് ഷുഗർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2.25 കപ്പുണ്ട്.
കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു പിഞ്ച് ഓഫ് ഓറഞ്ച് കളർ ഇടുവാണ്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ട്വൻറ്റി മിനിറ്റ്സിന് ശേഷം ഇപ്പോൾ കപ്പ് കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു സൺസെറ്റ് യെല്ലോയുടെ കളർ വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഓറഞ്ച് ആക്കാൻ ഞാൻ നിന്നില്ല. ഒരുപാട് കളർ ചേർക്കേണ്ടതുകൊണ്ട് സോ സൺസെറ്റ് യെല്ലോയുടെ അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം. കേക്കൊക്കെ ഇപ്പം കൂളായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഡു ദ ഫ്രോസ്റ്റിംഗ്. നമുക്ക് കുറച്ച് സ്പ്രിങ്ക്ലേഴ്സൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിത് റാൻഡമായിട്ടാണ് ഈ ഡെക്കറേഷൻ ഇടുന്നത്. Let's put some golden balls also. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ നമ്മുടെ കപ്പ് കേക്ക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ അറിയിക്കാൻ മടിക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് സാറാസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ്. മെറി ക്രിസ്മസ് വൺസ് അഗെയിൻ ടു എവറിവൺ. ഇതൊക്കെ മൂക്കയിലാവുമല്ലോ ഇപ്പം. So nice and soft. The frosting is so delicious. Definitely try ചെയ്യണം. Thank you.